ഹായ് ഹലോ എല്ലാവർക്കും ചേസ് യുവർ ഡ്രീം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ സുപ്രീം കോടതി അടുത്തിടെ ഒരു സുപ്രധാന വിധി വന്നിട്ടുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ 29-30 ബന്ധപ്പെട്ട് നമ്മുടെ മൗലികാവകാശത്തിലെ ആർട്ടിക്കിൾ 29-30 ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ വിധി. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ എന്തായാലും PSC പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് സെക്രട്ടറി ടെസ്റ്റിന്റെ എക്സാം ഒക്കെ ആകാൻ പോകുന്നു, ലാസ്റ്റ് ഗ്രേഡ് എക്സാം വരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അത് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ആർട്ടിക്കിൾ 29-30 ബന്ധപ്പെട്ട ആ നിയമം, ആ വിധി എന്താണെന്നാണ് ക്ലാസ്സിലേക്ക് കിടക്കാം. UP മദ്രസ വിദ്യാഭ്യാസ നിയമം എന്തായിരുന്നു? UP മദ്രസ വിദ്യാഭ്യാസ നിയമം. മതബോധനം നടത്തുമ്പോൾ തന്നെ മദ്രസകളുടെ അടിസ്ഥാന ലക്ഷ്യം വിദ്യാഭ്യാസമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം സുപ്രീം കോടതി ശരിവെച്ചു. എന്താണ്? മതബോധനം നടത്തുമ്പോൾ തന്നെ മദ്രസകളുടെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? വിദ്യാഭ്യാസമാണ്. മദ്രസകളുടെ അടിസ്ഥാന ലക്ഷ്യം വിദ്യാഭ്യാസമാണ് എന്ന് നിരീക്ഷിച്ചുകൊണ്ട് ഉത്തർപ്രദേശിലെ മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം സുപ്രീം കോടതി ശരിവെച്ചു. 2004 നിയമം അസാധുവാക്കിയ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി. 4ാണ് മദ്രസ വിദ്യാഭ്യാസ ബോർഡ് നിയമം. ഈ നിയമം അസാധുവാക്കിക്കൊണ്ട് അലഹാബാദ് ഹൈക്കോടതി ഒരു ഉത്തരവ് ഇറക്കിയിരുന്നു. ആ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ സുപ്രധാന വിധി. നിയമം റദ്ദാക്കിയ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച 8 ഹർജികൾ പരിഗണിച്ചാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ JB പർദിവാല, മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചിന്റെ ഉത്തരവ്. അപ്പൊ ഈ നിയമം റദ്ദാക്കിയ അലഹാബാദ് ഹൈക്കോടതി ഉത്തരവിനെതിരെ സമർപ്പിച്ച 8 ഹർജികൾക്കെതിരെയാണ്, 8 ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീം കോടതി ഇത്തരത്തിലൊരു വിധി പുറപ്പെടുവിച്ചത്. മദ്രസകളുടെ ഭരണത്തിൽ ഇടപെടാനുള്ളതല്ല UPയിലെ നിയമം. മദ്രസ നിയമം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. അപ്പോൾ മദ്രസകളുടെ ഭരണത്തിൽ ഇടപെടാനുള്ളതല്ല UPയിലെ നിയമം. മദ്രസ നിയമം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളെ ലംഘിക്കുന്നില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. NCERT പാഠ്യപദ്ധതിക്ക് പുറമെ മതപഠനവും അനുവദിക്കുന്നതാണ് UP മദ്രസ ആക്ട്. അപ്പൊ എന്താണ് UP മദ്രസ ആക്ട് എന്ന് പറയുന്നത്? UP മദ്രസ ആക്ട് എന്ന് വെച്ചാൽ NCERT പാഠ്യപദ്ധതിക്ക് പുറമെ മതപഠനവും കൂടി അനുവദിക്കുന്നതാണ് UP മദ്രസ ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇനി നമുക്ക് എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ 29-30 എന്ന് നോക്കാം. എന്താണ് ആർട്ടിക്കിൾ 29-30? അപ്പോൾ ആദ്യം നമ്മൾ നോക്കാനുള്ളത് ആർട്ടിക്കിൾ 29 ഭാരതത്തിന്റെ ഭൂപ്രദേശത്തോ അതിന്റെ ഏതെങ്കിലും ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ ഭിന്നമായ ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിന് അവകാശമുണ്ടായിരിക്കുന്നതാണ് എന്നാണ് ആർട്ടിക്കിൾ 29 ക്ലോസ് 1 പറയുന്നത്. എന്താണ്? ഭാരതത്തിന്റെ ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്തോ ഒരു ഭാഗത്തോ താമസിച്ചു വരുന്ന പൗരന്മാരിൽ സാധാരണയിൽ ഭിന്നമായിട്ട് ഒരു ഭാഷയോ ലിപിയോ സംസ്കാരമോ എന്തെങ്കിലും ഒന്ന് സ്വന്തമായുള്ള ഏതൊരു വിഭാഗത്തിനും അത് സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 29(1) പറയുന്നത്. ഗവൺമെന്റ് നടത്തുന്നതോ ഗവൺമെന്റ് സഹായം സ്വീകരിക്കുന്നതോ ആയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏതൊരു പൗരനും പ്രവേശനം നിഷേധിക്കുവാൻ പാടുള്ളതല്ല. ആർട്ടിക്കിൾ 29(2) എന്താണ്? ഒന്നുകിൽ ഗവൺമെന്റ് നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിരിക്കണം, അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ സഹായം പറ്റുന്ന, അതായത് നമ്മുടെ ഈ എയ്ഡഡ് സ്കൂളുകളും കോളേജുകളും ഒക്കെ എങ്ങനെയാണ്? ഗവൺമെന്റിന്റെ സഹായം പറ്റുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. അവർക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയില്ല? മതം, വർഗം, ജാതി, ഭാഷ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു കുട്ടിക്കും പ്രവേശനം നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29(2). ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർക്കുക. ഇന്ത്യൻ ഭരണഘടനയിൽ ന്യൂനപക്ഷം എന്ന പദം ആദ്യമായി പ്രത്യക്ഷപ്പെടുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 29. അടുത്തത് ആർട്ടിക്കിൾ 30.
മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. എന്താണ് ആർട്ടിക്കിൾ 30? മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് മതത്താലും അല്ലെങ്കിൽ ഭാഷയാലും ന്യൂനപക്ഷമായവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശം ഉറപ്പു നൽകുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ 30. ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 വിധത്തിലുണ്ട്. അപ്പോൾ നമ്മുടെ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ 3 വിധത്തിലുണ്ട്. ഏതൊക്കെയാണ്? സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും ലഭ്യമാകുന്നവ, സംസ്ഥാനത്തിന്റെ അംഗീകാരവും സഹായവും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവ, സംസ്ഥാനത്തിന്റെ അംഗീകാരം ലഭിക്കുന്നതും സഹായം ലഭിക്കാത്തതുമായ സ്ഥാപനങ്ങൾ. അപ്പൊ ഇവിടെ എന്താണ്? സംസ്ഥാനത്തിന്റെ അംഗീകാരമുണ്ട്, പക്ഷെ എന്തില്ല? സഹായം ഒന്നും തന്നെ കൈപ്പറ്റുന്നില്ല. അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. ഭരണകൂടത്തിൽ നിന്ന് അംഗീകാരമോ സഹായമോ ആവശ്യപ്പെടാത്ത സ്ഥാപനങ്ങൾ. മറ്റൊന്നെന്താണ്? ഭരണകൂടത്തിൽ നിന്നും, അവരുടെ ആ ഒരു ഗവൺമെന്റിൽ നിന്നും ഒരു അംഗീകാരവും ലഭിച്ചിട്ടില്ല, ഒരു സഹായവും ലഭിച്ചിട്ടില്ല, അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ. അങ്ങനെ ആകെ 3 തരത്തിലുള്ള ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഗവൺമെന്റ് നൽകുന്ന ധനസഹായം വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വിനിയോഗിക്കേണ്ടതാണ്. അപ്പൊ ഗവൺമെന്റ് നൽകുന്ന ധനസഹായം എന്തിനു ഉപയോഗിക്കണമെന്നാണ് പറയുന്നത്? വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിന് വിനിയോഗിക്കേണ്ടതാണ്. ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും ന്യൂനപക്ഷങ്ങൾക്ക് ചില അവകാശങ്ങളുണ്ട്. അപ്പൊ ന്യൂനപക്ഷങ്ങൾക്ക് ഇഷ്ടാനുസരണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമൊക്കെ ചില അവകാശങ്ങളുണ്ട്. എന്തൊക്കെയാണ്? വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്ഥാപകർക്ക് സ്ഥാപനത്തിന്റെ കാര്യങ്ങൾ നടത്താനും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും വിശ്വാസമുള്ള ഭരണസമിതിയെ തിരഞ്ഞെടുക്കാം. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവർക്ക് വിശ്വാസമുള്ള ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കാനാകും. ആരുടെയും ശുപാർശ വേണ്ട. അവർക്ക് വിശ്വാസമുള്ള ആരൊക്കെയാണോ അവരെയൊക്കെ ചേർത്തിട്ട് ഒരു ഭരണസമിതി തിരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട്. ടീച്ചിങ് നോൺ ടീച്ചിങ് ഉദ്യോഗസ്ഥരെ ഈ ഭരണസമിതിക്ക് നിയമിക്കാം. അപ്പൊ ആ ഭരണസമിതിയിൽ എന്താണ്? ആ ഭരണസമിതിക്ക് ടീച്ചിങ് അതായത് ടീച്ചർമാരെ നിയമിക്കാം. ഒരു സ്കൂളാകുമ്പോൾ നോൺ ടീച്ചിങ് സ്റ്റാഫുകളും ഉണ്ട്. അപ്പൊ നോൺ ടീച്ചിങ് സ്റ്റാഫുകളെയും ഈ ഭരണസമിതിക്ക് നിയമിക്കാം. അർഹതയുള്ള വിദ്യാർത്ഥികളെ ഈ ഭരണസമിതിക്ക് പ്രവേശിപ്പിക്കാനും ന്യായമായ ഫീസ് ഘടന സജ്ജീകരിക്കാനും അവകാശമുണ്ട്. എന്താണ്? അർഹതയുള്ള വിദ്യാർത്ഥികളെ ഈ ഭരണസമിതിക്ക് പ്രവേശിപ്പിക്കാനും കഴിയും. ന്യായമായ ഫീസ് ഘടന സജ്ജീകരിക്കാനും ഈ ഭരണസമിതിക്ക് അവകാശമുണ്ട്. ആർട്ടിക്കിൾ 30 പ്രകാരം ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന അവകാശം ഭൂരിപക്ഷവുമായുള്ള തുല്യത ഉറപ്പാക്കാൻ മാത്രമുള്ളതാണ്. എന്തിനാണ് ആർട്ടിക്കിൾ 30 പ്രകാരം? നമ്മുടെ ഭരണഘടന നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്കും അത് കണക്ക് തന്നെ പിന്നൊക്കെ സമുദായക്കാർക്കും അവർക്കും ഒക്കെ ചില അവകാശങ്ങൾ നൽകി സംരക്ഷിക്കുന്നുണ്ട്. എന്തിനാണ്? അവരെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാനാണോ? അവരുടെ അവകാശം, അവരുടെ ഒരു തുല്യത ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ്. അതായത് അവർക്ക് സാധാരണഗതിയിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു സ്റ്റാറ്റസ് അവർക്ക് ഇല്ല. അപ്പൊ ആ ഒരു സ്റ്റാറ്റസിലേക്ക് അവരെ എത്തിക്കുക, അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് എന്ത് നൽകുന്നത്? ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ നൽകുന്നത്. ന്യൂനപക്ഷങ്ങളെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ പ്രജനകരമായ സ്ഥാനത്ത് നിർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതല്ല. അപ്പൊ എന്താണ്? ന്യൂനപക്ഷങ്ങളെ കൂടുതൽ, അതായത് ഉള്ള ആളുകളെക്കാൾ മികവുറ്റതാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ഈ നിയമങ്ങളൊന്നും തന്നെ. അവരെയും സാധാരണ ആളുകളുടെ ഒപ്പം എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള അവകാശങ്ങളൊക്കെ നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് ആർട്ടിക്കിൾ 29 30 പറയാനുള്ളത്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കറണ്ട് അഫയേഴ്സ് ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, UP മദ്രസ വിദ്യാഭ്യാസ നിയമം അടുത്തിടെ സുപ്രീം കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു. മതബോധനം നടത്തുമ്പോൾ തന്നെ മദ്രസകളുടെ അടിസ്ഥാന ലക്ഷ്യം വിദ്യാഭ്യാസമാണെന്ന് നിരീക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ച നിയമം ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? UP മദ്രസ വിദ്യാഭ്യാസ നിയമമാണ്. 2004 UP മദ്രസ നിയമം നിലവിൽ വന്നത്. ഈ നിയമത്തെ അസാധുവാക്കിയ ഹൈക്കോടതി ഏതാണെന്ന് ചോദിച്ചാൽ അത് അലഹാബാദ് ഹൈക്കോടതിയാണ്. അപ്പൊ ഇത്രയുമാണ് UP മദ്രസ വിദ്യാഭ്യാസ നിയമത്തെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ആർട്ടിക്കിൾ 29 30 പറ്റിയും പറയാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.